ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഒരു ദിവസം പെട്ടെന്ന് മഹിമ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. മഹിമയെ കാണുമ്പോഴേക്കും ചന്ദ്രവതി പതിവ് പോലെ തന്നെ അരികിലേക്ക് ചെന്നിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് ഇരുത്തുന്നൊക്കെ ഉണ്ട്. എന്നതിന് ശേഷം രേവതിയുടെ അടുത്ത് ഓർഡർ ഇടുവാണേ കോഫി എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാ ഇത് കേട്ട മഹിമ പറയുന്നുണ്ട് കോഫി ഒന്നും എടുക്കണ്ട എന്ന്. ശരി മഹിമ, നീ എന്താ പെട്ടെന്ന് വന്നെന്ന് ചോദിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്, പെട്ടെന്നല്ല. മഹിമയുടെ ശബ്ദം കേട്ട് രവിയും അവിടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ആ മഹിമയെ സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നന്നായിട്ട് ഇരിക്കണം എന്നുള്ള കാര്യമൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ലല്ലോ. അതിന്റെ പുറകെ തന്നെ സച്ചി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. എന്താ മഹിമ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ രവി മഹിമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ സച്ചി പറയുന്നത് അച്ഛാ അവര് വന്നില്ലേ, ഇനിയിപ്പോ പ്രശ്നം താനേ വന്നോളൂ എന്നാണ്. മഹിമയെ നാണം കെടുത്തുന്ന രീതിയിലാണല്ലോ നമ്മുടെ സച്ചി സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ചന്ദ്ര രവിയേട്ട അവന്റെ അടുത്തൊന്ന് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹിമയും ഇതുപോലെ ചന്ദ്രയെ അവന്റെ അടുത്ത് സംസാരിക്കേണ്ട എന്നുള്ള കാര്യം പറഞ്ഞേക്കെന്ന്. തുടർന്ന് രവിയാണെന്നുണ്ടെങ്കിൽ സച്ചി മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി മിണ്ടാതിരിക്കുവാണേ. മഹിമ നീ ഇതൊന്നും മനസ്സിൽ വെക്കണ്ട, അവൻ ചുമ്മാ തമാശയ്ക്ക് പറയുന്നെന്ന് പറയാണേ. മഹിമയാണെങ്കിൽ നല്ല കലിപ്പിലായതുകൊണ്ട് തന്നെ അവന്റെ തമാശ അവന്റെ കയ്യിൽ വെച്ചോളാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അത് രേവതിക്ക് അത്രയും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എന്താ ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ അവൻ ഇവനെന്നൊക്കെ വിളിക്കുന്നത്, അച്ഛൻ അവന്റെ മകനെ അവൻ ഇവനെന്നൊക്കെ വിളിക്കും എന്ന് കരുതിയിട്ട് നിങ്ങളും അതുപോലെ തന്നെ വിളിക്കുകയാണെന്ന് ചോദിക്കുവാണേ. മഹിമയുടെ അടുത്ത് നമ്മുടെ സച്ചിയെ ബഹുമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ അവനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് അവൻ വലിയ കളക്ടർ അല്ലേ എന്ന്. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്, കളക്ടർ മാത്രമാണ് ബഹുമാനിക്കേണ്ടതെന്ന് രേവതി തിരിച്ചു ചോദിക്കുന്നുണ്ട്. അങ്ങനെ രേവതി സംസാരിക്കുമ്പോൾ നീ എന്താടി കിടന്ന് ഒച്ചയെടുക്കുന്നൊക്കെ ചോദിച്ചിട്ട് രേവതിക്ക് നേരെ ചെല്ലുന്നുണ്ട്. അങ്ങനെ എല്ലാവരും എന്തിനാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്നത്, ആദ്യമൊന്നും മിണ്ടാതിരിക്കുക, കാര്യം എന്താ വെച്ചാൽ പറയാൻ വേണ്ടിയിട്ട് മഹിമയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ എന്തോ ദേഷ്യത്തിലാണ് വന്നതെന്നുള്ള കാര്യം മനസ്സിലായി, കാര്യം എന്താന്ന് വെച്ചാൽ പറയാൻ വേണ്ടിയിട്ട് രവി പറയുന്നുണ്ട്. ഉടനെ തന്നെ ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്തിട്ട് അവിടെ ഇരിക്കുന്ന ടേബിൾ മേൽ അങ്ങ് വെക്കുന്നുണ്ട്. അതും മധുസൂദനൻ കൊടുത്തു വിട്ടതാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ വെക്കുന്നത്. വേണ്ടതെന്ന് വെച്ചാൽ എഴുതി എടുത്തോളാനും കൂടി പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇവിടെ ചെക്ക് കൊണ്ടുവയ്ക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യത്തെ കുറിച്ച് അന്വേഷിക്കാണ് കേട്ടോ നമ്മുടെ രവി. കാര്യം എന്താണെന്നുള്ള കാര്യം വ്യക്തമാക്കാനും കൂടി പറയുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ മകളെ റാണിയെ പോലെയാണ് വളർത്തിയത്. കേട്ടുടനെ എങ്ങനെ പല്ലക്കിൽ കയറ്റിയിട്ടാണോ കൊണ്ടുപോയതിരുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി വീണ്ടും കളിയാക്കുന്നുണ്ടല്ലോ. പ്രശ്നം വഷളാവെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്ക് രേവതിയാണെങ്കിൽ സച്ചിയുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയാണ്. തുടർന്ന് മഹിമ തുടരുന്നുണ്ട്. എന്റെ മകളെ ഞാൻ വലിയ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷെ അത് നടക്കാണ്ട് പോയി. അവളായിട്ട് അവളുടെ ഇഷ്ടത്തിനൊരു ജീവിതം തെരഞ്ഞെടുത്തു. നന്നായിട്ട് ജീവിക്കൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നു. അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് ഇന്ന് വരെ നല്ല രീതിയിൽ തന്നെയാണല്ലോ ജീവിക്കുന്നതെന്ന് രവി ചോദിക്കുന്നുണ്ട്. എന്ത് നല്ല രീതിയിൽ ജീവിക്കുന്നതെന്ന് നിങ്ങൾ ഈ പറയുന്നത്, ഹോട്ടലില് സെർവർ ജോലി ചെയ്യുന്നു, ഇതാണോ അവളെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കുന്നതിന്റെ ലക്ഷണം എന്ന് ചോദിക്കുവാണേ. നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് മുഖത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നത് കുറവാണെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ. അതാണ് മഹിമ ഇത്രയും വലിയൊരു കാര്യമായിട്ട് പറയുന്നത്. അത് വീട്ടിലുള്ള ആരുടെ അഭിപ്രായത്തിലല്ല, വർഷയുടെ സ്വന്തം ഇഷ്ടത്തിനാണ്. ശ്രീകാന്ത് വരെ തടസ്സം പറഞ്ഞിട്ടും എനിക്ക് ഹസ്ബൻഡിന്റെ കൂടെ കുറെ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ തന്നെ ഏറ്റെടുത്ത ജോലിയാണ് കേട്ടോ അത്. അതാണ് കേട്ടോ മഹിമയുടെ ദേഷ്യത്തിന്റെ കാരണം. നിങ്ങളുടെ കുടുംബത്തിൽ കഷ്ടപ്പാടുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്റെ മകളെ പോയിട്ട് സെർവർ ജോലി ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അവള് ഡബ്ബിങ്ങിന് പോകുന്നത് തന്നെ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്, പക്ഷെ അവളുടെ ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ വിട്ടത്. എന്നാ അവള് സെർവർ ജോലിക്ക് പോകുന്നത് ഞങ്ങൾക്ക് എത്ര അപമാനമായിട്ടുള്ള കാര്യമാണെന്ന് അറിയോ? എന്താ അവള് ഡബ്ബിങ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ശമ്പളം തികയുന്നില്ല നിങ്ങൾക്കെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛനും അമ്മയെ അപമാനിക്കുന്ന രീതിയിലാണ് കേട്ടോ മഹിമ സംസാരിക്കുന്നത്. എന്റെ മകള് അവിടെ സെർവർ ജോലി ചെയ്യുന്ന ആ രംഗം കണ്ടപ്പോ എന്റെ മനസ്സ് കത്തുകയായിരുന്നു. ഇത് നോക്ക് രേവതി, ഹോട്ടലാവുന്ന സമയത്ത് അവിടെ തീ ഇല്ലാതിരിക്കോ? തീ ഇല്ലാതെ എങ്ങനെയാണ് അവിടെ കുക്ക് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. ഇത് നോക്ക് ചന്ദ്രയെ, ഞാൻ തന്നെ മനസ്സ് നൊന്നിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോ നിങ്ങളുടെ പ്രശ്നം എന്താന്നുള്ള കാര്യം ഇത് കേട്ട ഉടനെ തന്നെ രവി തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്റെ മകൾ ഒരിക്കലും അങ്ങനത്തെ ജോലിക്ക് പോകാൻ വേണ്ടി പാടില്ല. നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് ചെക്ക് ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയെടുത്തോളൂ. അത് കേട്ടിട്ട് അച്ഛനും അമ്മയും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണല്ലോ. സച്ചിക്കാണെങ്കിൽ അങ്ങ് എരിഞ്ഞു കയറുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മകളെ ജോലിക്ക് ചെയ്യുന്നത് എന്റെ അച്ഛനാണെന്നാണെന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങുമ്പോഴേക്കും എടാ മിണ്ടാതെ അങ്ങോട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് മാറ്റി നിർത്തുന്നുണ്ട്. സച്ചി ആണെങ്കിൽ കാലി പിടിച്ചിട്ട് അങ്ങ് മാറി നിൽക്കുവാണ് ചെയ്യുന്നത്. ഇത് നോക്ക് മഹിമേ, എന്റെ വീട്ടില് 3 മരുമക്കളുണ്ട്. ഇന്നേ വരെ മരുമക്കളെടുത്ത് ഒരു 5 പൈസ പോലും ഞങ്ങൾ ചോദിച്ചു മേടിച്ചിട്ടില്ല. ആ മക്കള് സമ്പാദിച്ചിട്ട് എന്റെ കയ്യിൽ കൊണ്ട് തരാറുണ്ട്. അവർക്കായിട്ട് എന്തെങ്കിലും തോന്നി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഇവിടെ ചെയ്യാറുള്ളൂ. ഞങ്ങൾ ഒരിക്കലും അവരെ നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിപ്പിക്കാറില്ല. നിങ്ങളുടെ മകളടുത്ത് ഒരിക്കലും കാശ് സമ്പാദിച്ചു വരാനും ജോലിക്ക് പോകാനൊന്നും ഇന്നേ വരെ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകളുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കൂ. അതേ മഹിമ, ഞങ്ങൾ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞില്ലെന്ന് ചന്ദ്രയും ഭയങ്കര എളിമയോട് കൂടിയിട്ട് പറയുന്നുണ്ട്. അപ്പോഴും മഹിമ അടങ്ങുന്നില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടില് പണപ്രശ്നമാണോ, ഇനി ശ്രീകാന്തിന്റെ ശമ്പളം കുറഞ്ഞിട്ടാണോ എന്നറിയില്ല, എന്തിനാണ് എന്റെ മകളെ 2 ജോലിക്ക് പറഞ്ഞു വിട്ടിട്ട് സമ്പാദിക്കുന്നത്? ഇല്ല
ഇല്ല മഹിമേ, അങ്ങനെയൊന്നുമില്ല എന്ന് വീണ്ടും ചന്ദ്ര പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കി ആന്റി, വർഷ ശ്രീകാന്തിനൊപ്പം ജോലിക്ക് പോകുന്നത് ശ്രീകാന്ത് മൊത്തം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ തനിയുള്ള തീരുമാനങ്ങളാണ്. അതിൽ ഞങ്ങൾക്ക് തലയിടാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം കൂടി നമ്മുടെ രവി വ്യക്തമാക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. അവരങ്ങനെ പറഞ്ഞെന്ന് കരുതിയിട്ട് നിങ്ങൾ അങ്ങ് വിട്ടുകളയോ? നിങ്ങൾ ഈ വീട്ടിലെ മുതിർന്ന ആളല്ലേ, അതുകൊണ്ട് നിങ്ങൾ പോകണ്ടെന്നുള്ള കാര്യം പറയണ്ടേ? ഇത് കേട്ട ഉടനെ തന്നെ മറുചോദ്യം എന്നുള്ള രീതിയിൽ രവി തിരിച്ചു ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മകള് ജോലി ചെയ്യുന്നത് നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്? കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞുകൂടായിരുന്നോ? അത് കേൾക്കുമ്പോ മഹിമ ഒന്നും അടങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്റെ മകള് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് വർത്താന മഹിമയെ പറയുന്നത്? നിങ്ങളുടെ മകള് നിങ്ങൾ പറഞ്ഞ കേൾക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ പറഞ്ഞ കേൾക്കുവോ? എനിക്ക് എന്റെ മക്കളുടെ അടുത്ത് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ മക്കളും കേൾക്കും. അങ്ങനെയാണ് ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. അത്രയും നേരം മാറി നിന്ന സച്ചിയാണെങ്കിൽ അച്ഛൻ അങ്ങനെ പറഞ്ഞു കൊടുക്ക്. അച്ഛൻ ഇത്രയും നേരം മിണ്ടാതിരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാനും പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി നിന്നത്. അല്ലെങ്കിൽ ഇതല്ല, ഇവരെ ഞാൻ ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് അനുവദിക്കില്ലായിരുന്നു. നിങ്ങളുടെ മകള് പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങളുടെ വളർത്തു ഗുണം. അതെ, എന്റെ തെറ്റ് തന്നെയാണ്. കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്ത് ഇടയ്ക്ക് നോക്കിയിട്ട് വേണം കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും ഇവിടെ എന്ത് നല്ല ജീവിതമാണോ കിട്ടാൻ വേണ്ടി പോകുന്നത്? ഈ വീട്ടില് എന്ത് ശമ്പളം വരാനാണ്? ഇവിടെ ഡ്രൈവറും അതുപോലെ പൂക്കെട്ടുന്നവളൊക്കെ അല്ലേ ഉള്ളത്. അവര് കൊടുക്കുന്ന പണം പോരാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്റെ മകള് സെർവർ ജോലിക്ക് പോകുന്നത് കാണാതെ വിടുന്നത്. അപ്പോഴേക്കും സുധിയാണെന്നുണ്ടെങ്കിൽ ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനൊരു ബിസിനസ് മാൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടൻ തന്നെ സച്ചി ചോദിക്കുന്നത്, എടാ ഞങ്ങളെ അപമാനപ്പെടുത്തി പറയുന്നത് കേട്ടിട്ട് നിനക്ക് വലിയ കാര്യമായിട്ട് തോന്നില്ല? നീ വലിയ ബിസിനസ് മാൻ ആണെന്നുള്ള കാര്യം അവര് പുകഴ്ചയായിട്ട് പറഞ്ഞില്ല, അതാണല്ലോ ഇട നിനക്ക് കുറവായിട്ട് തോന്നുന്നത്? ഇത് നോക്ക് ചന്ദ്രേ, എന്റെ മകള് ബോൺ വിത്ത് സിൽവർ സ്പൂൺ, അങ്ങനെയാ ഞങ്ങൾ അവളെ വളർത്തിയത്. എന്നാ ഇപ്പൊ അവള് ഹോട്ടലിൽ പോയിട്ട് എച്ചിലെടുക്കുന്നു. നിങ്ങൾ പറഞ്ഞത് എന്തായാലും കറക്റ്റ് ആണ്. ഇവിടെ അവളുണ്ടല്ലോ തിന്ന പാത്രം പോലും എടുത്തു വെക്കാറില്ല. അതും എന്റെ ഭാര്യയാണ് എടുത്തു വെക്കുന്നത്. അതിനും കൂടി ചേർത്തിട്ട് സൗണ്ട് വിടുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും എന്ന് പറയാണ് സച്ചി. ഇത് നോക്ക് മഹിമേ, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഡ്രൈവറും അതുപോലെ തന്നെ പൂക്കെട്ടുന്നവളൊക്കെ ഉള്ള ഫാമിലി തന്നെയാണ് ഇത്. അവര് നേർമയോട് കൂടിയിട്ട് അധ്വാനിക്കുന്നവരാണ്. അത് എനിക്ക് അഭിമാനമുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ എന്ത് പറയാനാണോ വന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മഹിമയുടെ അടുത്ത് രവി പറയുന്നത്. എന്റെ മകള് ജോലിക്ക് പോകാൻ വേണ്ടി പാടില്ല. അതിന് എത്ര പണമാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ചെക്കിനകത്ത് എഴുതിയെടുത്തോളാൻ വേണ്ടി പറയുന്നുണ്ട്. തുടർന്ന് മഹിമയുടെ സംസാരം കേൾക്കുമ്പോൾ ശ്രുതി തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ആന്റി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ ഹസ്ബൻഡിനെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോ നിങ്ങള് ഷോറൂം വെച്ചിരിക്കുകയാണ്. എന്നാൽ എന്റെ മകൾ അങ്ങനെയല്ല, സെർവർ ജോലിക്കാണ് പോകുന്നത്. ഇത് നോക്ക് ചന്ദ്രേ, ചെക്ക് എടുത്തോളാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ വീണ്ടും. അത് കേട്ട് രേവതിയും മിണ്ടാതിരിക്കുന്നൊന്നുമില്ല. ഇത് നോക്ക് ആന്റി, നിങ്ങൾ പണം തന്നിട്ട് ജീവിക്കേണ്ട അവസ്ഥയിൽ ഇവിടെ ആരും ഗതികെട്ട് നിൽക്കുന്നില്ല. ഇപ്പോ എന്തിനാ ഞങ്ങളുടെ അച്ഛനെ ഇങ്ങനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്? നീ എന്തിനാണ് മഹിമയുടെ അടുത്ത് ഒച്ചയെടുക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവരുടെ വർത്തമാനം കേട്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കണോ അമ്മയെന്ന് തിരിച്ച് രേവതിയും. അതിനിടയ്ക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി മിണ്ടാതിരിക്കുക എന്ന് പറയാണ്. എന്നതിന് ശേഷം നിങ്ങൾക്കിപ്പോ എന്താ, ചെക്ക് എടുക്കണം, ഞങ്ങൾ അതിനകത്ത് എമൗണ്ട് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് ചെക്ക് അങ്ങ് എടുക്കുവാണ് കേട്ടോ. എത്ര പണം വേണമെങ്കിലും എഴുതാലോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെക്ക് എടുത്തിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് പെണ്ണെടുത്ത് എഴുതാൻ വേണ്ടി തുടങ്ങുകയാണ് സച്ചി എത്ര രൂപയാണ് എഴുതാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അറിയാൻ വേണ്ടി സുധി അരികിൽ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. ചെക്കില് ആദ്യം 500 രൂപ എഴുതുന്നത്, എന്നതിന് ശേഷം ഒരു പൂജ ഇടുന്നുണ്ട്. 5000 എന്ന് സുധിയും അതുപോലെ ശ്രുതിയും ഒരുമിച്ച് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു പൂജയും കൂടി ഇടുവാണ്. അതിൽ നിന്ന് നമ്മുടെ മഹിമയ്ക്ക് എന്തോ ഒരു പന്തികേട് ഇങ്ങനെ തോന്നുന്നുണ്ട്. 50,000-ലും കാര്യം നിൽക്കുന്നില്ല കേട്ടോ. ഓരോരോ പൂജ്യം കൂട്ടി 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 അങ്ങ് ഇടുവാണ്. 5 ലക്ഷമായി, 50 ലക്ഷമായി, 5 കോടിയായി, 50 കോടിയായി. അങ്ങനെ 50 കോടിയാണ് കേട്ടോ ചെക്കിനകത്ത് എഴുതിയിരിക്കുന്നത്. എടാ 50 കോടി എന്ന് ചോദിക്കുമ്പോൾ അവരല്ലേ പറഞ്ഞത് എത്ര വേണമെന്നുണ്ടെങ്കിലും ചെക്കിനകത്ത് എഴുതിക്കൊള്ളാൻ വേണ്ടിയിട്ട്. പൗഡർ എടുത്തി 50 കോടി ഡയറക്റ്റ് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അതിന് നിങ്ങൾ ഹെഡ് ഓഫീസിൽ പോകണമെന്ന് പറയുകയാണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ചെക്ക് കൊടുക്കാം. അച്ഛാ ഞാന് വേഗം തന്നെ പോയിട്ട് ഈ ചെക്ക് ബാങ്കിൽ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോകുമ്പോഴേക്കും എടാ നിക്ക് എന്ന് പറഞ്ഞിട്ട് മഹിമ വാല് പോലെ ചെല്ലുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ടെൻഷൻ ആവുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് എത്ര എമൗണ്ട് വേണമെങ്കിലും എഴുതിക്കൊള്ളാൻ വേണ്ടിയിട്ട്. അത് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ ഉരുണ്ട് കളിക്കാൻ കേട്ടോ. സിനിമയിലൊക്കെ കാണുന്നത് പോലെ പണക്കാര് എപ്പോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ചെക്ക് എടുത്ത് നീട്ടുമല്ലോ, അതുപോലെ നീട്ടിയതായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഇതൊരു പണിയായി തുടങ്ങിയല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കളി എന്താകും എന്നുള്ള കാര്യം. നിങ്ങളുടെ പണമൊക്കെ ഞങ്ങൾക്ക് എന്തിനാ എന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് അങ്ങ് കയറി കളിയാണ് കേട്ടോ നമ്മുടെ സച്ചി. ഇനി എന്തായാലും മഹിമ ഒരിക്കലും ചെക്കുമായിട്ട് വന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ ഡയലോഗ് അടിക്കില്ല. കാരണം സച്ചി അതിനെ പൂതി തീർത്തു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഞങ്ങൾ ആരും വർഷയുടെ അടുത്ത് ഇവിടുന്ന് ജോലിക്ക് പോകാനൊന്നും പറഞ്ഞിട്ടില്ല. അവളുടെ ഇഷ്ടത്തിന് പോകുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിച്ചോളാൻ പറയണേ. ഇത് കേട്ട ഉടനെ സച്ചി പറയുന്നത്, രേവതി അതൊന്നും അല്ല കാര്യം. അവൻ എന്തായാലും ഇവിടെ വന്നിട്ട് ചോദിക്കാനൊന്നും പറയില്ല.
ഇവര് പോയിട്ട് ഇവര് ചെന്ന് വർഷയുടെ അടുത്ത് ചോദിച്ചപ്പോ വർഷ തിരിച്ച് ഇവർക്ക് നല്ല മറുപടി കൊടുത്തിട്ടുണ്ടാകും. ഇത് എന്റെ ഇഷ്ടമാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ചെക്കുമായിട്ട് ഇവിടെ വന്നിട്ട് ഷോ കാണിക്കുന്നത്. ഇത് നോക്ക് ആന്റി, നിങ്ങളുടെ ആട്ടൊന്നും ഇവിടെ നടക്കില്ല. കാരണം നിങ്ങളെക്കാൾ നന്നായിട്ട് എന്റെ അമ്മ ഇവിടെ കിടന്ന് ആടുന്നതാണ്. നിങ്ങൾ എന്താ ചെക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെയാണോ കളിക്കാൻ വേണ്ടി നിൽക്കുന്നത്? എന്റെ അച്ഛനെ ചെക്ക് കൊടുത്തിട്ട് വിലക്ക് വാങ്ങാൻ വേണ്ടി നോക്കുകയാണോ? നിങ്ങൾ 50 കോടിയല്ല 5000 കോടി കൊടുത്തു കഴിഞ്ഞാലും എന്റെ അച്ഛന് ഒരിക്കലും വിലക്ക് വാങ്ങാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ചെക്കുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? ഉടനെ തന്നെ മഹിമയാണെങ്കിൽ രവിക്ക് അരികിലേക്ക് ചെന്നിട്ട് ഇത് നോക്കി രവിയേട്ടാ, ഇവൻ സംസാരിച്ചത് കേട്ടില്ലെന്ന് ചോദിക്കുകയാണ്. അതിന് രവി മറുപടി പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, ഇവരുടെ അച്ഛനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ അപമാനിക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവര് കണ്ടിട്ട് വെറുതെ നിൽക്കുവോ? ഞങ്ങളുടെ അച്ഛൻ അങ്ങനെ ആരുടെ സ്വത്തിനും ആഗ്രഹിക്കാത്തവരാണ്. അത് ശരിയാണ്, ഇല്ലെങ്കിൽ നിന്നെ പോലെ ഒരുത്തിയെ ഇങ്ങോട്ട് മരുമകളായിട്ട് കൂട്ടിക്കൊണ്ടുവരും ഇവരെന്ന് മഹിമ ചോദിക്കുമ്പോഴേക്കും ഇരുന്നിടത്ത് എഴുന്നേറ്റിട്ട് രവി പറയുന്നുണ്ട്, മതി, നിർത്തിക്കോ മഹിമേ, നിങ്ങളുടെ സംസാരം അതിരി കിടക്കുന്നുണ്ട്. വർഷയുടെ അമ്മയാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളും മിണ്ടാതിരുന്നത് ഇത്ര നേരം. ഇത് നോക്കി രവിയേട്ട, എന്റെ മകൾ ഒരിക്കലും സെർവർ ജോലിക്ക് പോകാൻ വേണ്ടി പാടില്ല. നിനക്ക് മാത്രമേ ഈ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങളെങ്കിലും അവള് പോകാതിരിക്കാൻ വേണ്ടി തടുത്തു നിർത്തണമെന്ന് പറയാണ്. ഇത് കേട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ, മഹിമ നീ എന്താ ഈ പറയുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നാണ് നിങ്ങളുടെ മകൾ കേട്ടിട്ടുള്ളത്? നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞത് അവൾ കേൾക്കൂ? അതല്ല ചന്ദ്രേ, നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെടുത്ത് പറയും. ഞങ്ങൾ എന്തായാലും ചുമ്മാ വിട്ട് കളയില്ല എന്ന് പറയുമ്പോ അത് ശരി തന്നെയാണ്, നിങ്ങൾ അത് കണ്ടിട്ട് ചിരിക്കും. ചുമ്മാ മഹിമ വായ തോന്നുന്ന കാര്യങ്ങൾ പറയരുത്. ഇവിടെ ആർക്കും ഒരു കഷ്ടപ്പാടും ഇല്ല. ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ 3 മക്കളും ഞങ്ങളെ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത്. ഓ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു തീരുമാനം എടുത്തു. എന്താന്നുള്ള കാര്യം മഹിമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാന് ശ്രീകാന്തിന് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ചു കൊടുക്കാൻ വേണ്ടി പോവാന്ന് പറയണേ. കേട്ട ഉടനെ സജ്ജി വെക്കുന്നുണ്ട്, നിങ്ങള് എന്റെ അനിയന് സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് വെച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നു? എങ്ങനെ? എന്റെ അച്ഛൻ വളർത്തി വലുതാക്കിയിട്ട് അവനെ പഠിപ്പിച്ച് ഇത്ര വലിയ നിലയിൽ എത്തിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവന് റെസ്റ്റോറന്റ് ആരംഭിച്ചു കൊടുക്കുക? സച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ നിന്റെ അടുത്തല്ല ഞാൻ സംസാരിച്ചത് ചന്ദ്രേ. ഞങ്ങള് ശ്രീകാന്തിന് റെസ്റ്റോറന്റ് ആരംഭിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട്. എന്റെ മകളും അതുപോലെ തന്നെ ശ്രീകാന്തും കൂടി ചേർന്നിട്ട് റെസ്റ്റോറന്റ് നടത്തിക്കോട്ടെ, അതിൽ ഒരു തെറ്റുമില്ല. അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്റെ മകള് സെർവർ ജോലി ചെയ്യണ്ട. അച്ഛാ, ഇവരുടെ ലക്ഷ്യം എന്താന്നുള്ള കാര്യം മനസ്സിലായോ? ഇവര് സ്വന്തമായിട്ട് ശ്രീകാന്തിന് റെസ്റ്റോറന്റ് ആരംഭിച്ചു കൊടുത്തിട്ട് മൊത്തത്തിൽ ശ്രീകാന്തിനെ അങ്ങ് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അതല്ലേ നിങ്ങളുടെ പ്ലാൻ എന്ന് മഹിമയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവനെന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, ഇങ്ങനെയല്ല, ഞാൻ വേറെ രീതി സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ടോണൊക്കെ മാറ്റിയിട്ട് ഭയങ്കര ആക്ഷനൊക്കെ കൊടുത്തുകൊണ്ട് സച്ചി ഇതേ കാര്യം തന്നെ വീണ്ടും പറയുന്നുണ്ട്. ആ സംസാരം കേൾക്കുമ്പോഴേക്കും രേവതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട്. സച്ചിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും രവിയേട്ട അവൻ്റെ അടുത്തൊന്ന് നിർത്താൻ വേണ്ടി പറ. നമ്മുടെ ശ്രീകാന്തിന് നല്ലൊരു കാര്യമല്ലേ മഹിമ പറഞ്ഞത്? ഞാൻ എന്തായാലും മഹിമയെ ശ്രീകാന്തിന്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയണേ. എന്നാ അത് രണ്ടുപേരും കൂടി ചേർന്ന് എടുക്കേണ്ട തീരുമാനമാണ് എന്ന് രവി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ചന്ദ്രയാണെങ്കിൽ അവര് ചെറിയ പിള്ളേരാണ്, അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മളല്ലേ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഞാൻ അവരുടെ അടുത്ത് പറയാ എന്നുള്ള കാര്യം മഹിമയുടെ അടുത്തും ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോഴും മഹിമ പറയുന്നത്, നിങ്ങളുടെ വീട്ടിലെ മരുമകള് സെർവർ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതൊന്ന് ശ്രീകാന്തിനെ പറഞ്ഞ് മനസ്സിലാക്കിയേക്ക് എന്ന് പറഞ്ഞിട്ട് മഹിമ അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി എന്തായാലും മഹിമ ഒരിക്കലും ചെക്കുമായിട്ട് വന്നിട്ട് വീട്ടിൽ വലിയ ഷോ ഓഫ് നടത്തില്ല കേട്ടോ. ആ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായിട്ടുണ്ട്.